പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത്? ഇതെല്ലാം തരികടയാണെന്ന്. ഈ ഒളിച്ചോടി പോയ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതിനകത്ത് എനിക്ക് സ്പാർക്ക് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടേ. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായി. വീടായിപ്പോയി അല്ലേ, ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ஏதாவது இன்டிசிப்ளின் ஆக்டிவிட்டி பண்ணி மாட்டினா கண்டிப்பா வீட்டுக்கு அனுப்பிச்சிருவோம், பாத்துக்க. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പൊ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഭയങ്കര. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും, അതാരും വിശ്വസിക്കില്ല. നന്നായിട്ടുണ്ട്. ലീഗലി മാരീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേറൊരാളെ പ്രണയിക്കുക, അയാളുടെ ഒപ്പം രാത്രിയിൽ ഇറങ്ങി പോവുക എന്ന് പറയുന്നത് 100% തെറ്റാണ്. ഇപ്പൊ എന്ത് കാരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റ് തന്നെ. ഈ ജീൻസ് കോപ്പ് ഇട്ടിരിക്കുന്നേ കുടുംബത്തിൽ കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.